മക്കളെ ഇതാണ് സ്വർഗം. കാളിമല നമ്മുടെ തിരുവനന്തപുരത്ത്, അതായത് നമ്മുടെ ഒരു ഹില്ലി റീജിയൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ കാളിമല. ഞങ്ങൾ പോയപ്പോൾ ഒട്ടും അനുയോജ്യമല്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ചൂടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കിട്ടിയ ആ ഒരു ക്ലൈമറ്റിക് ചേഞ്ച്, മഴയും മഞ്ഞും ക്ലൗഡി ആയിട്ടുള്ളൊരു ഫീലും വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറുതായി ട്രക്കും ചെയ്ത് ഒരു 3 കിലോമീറ്ററൊക്കെ നടന്ന് മല കയറി ചൂടത്ത്, പക്ഷേ പെട്ടെന്നുള്ള ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനും ഒരു ഹിൽ ടോപ്പ് റീജിയനും വ്യൂ പോയിൻറ്റും എല്ലാം കാണാൻ പറ്റിയ ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും കാളിമലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് കുരിശുമല, എൻ്റെ അപ്പുറത്ത് കൂനിച്ചിമല. ഈ സൈഡിൽ തന്നെ വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ തിരുവനന്തപുരം, അതായത് നമ്മുടെ കാട്ടാക്കടയിൽ നിന്നാണ്. അപ്പം നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് കാട്ടാക്കട, വെള്ളറട, നമ്മുടെ ഒരു തമിഴ്നാട് ബോർഡർ അടുപ്പിച്ചാണ് നമ്മുടെ ഈ സ്പോട്ട്. ഈ കാണുന്ന ഈ സ്പോട്ട്, ഇവിടത്തേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. തുടക്കം കണ്ടായിരിക്കും ഒരു അടിപൊളി വീഡിയോ ആണ്. മലനിരകളും മഞ്ഞും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ക്ലൈമറ്റും അവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണെന്ന് ഈ വീഡിയോയിൽ. അപ്പം ഞങ്ങളുടെ കൂടെ ഈ വീഡിയോ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് റൂട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ വഴി നോക്കിയാൽ നമുക്ക് ഈ സ്ഥല ലൊക്കേഷൻ കിട്ടും. നമ്മുടെ തിരുവനന്തപുരത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഹിൽ സ്റ്റേഷനാണ്. നോർമലി ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് ചോദിച്ചാൽ അവിടെ ആൾക്കാർ വരാറുണ്ട്. ഇതിലിപ്പോൾ നേരെ കാണുന്ന അവിടെ ഒരു നമുക്ക് മലനിരകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ നിന്ന് റോഡ് ഡൈവേർട്ട് ചെയ്ത് കയറണം. അപ്പം നമ്മൾ വെള്ളറട വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്കിനി മലനിരകളുടെ ഓരോ സൈഡുകളും നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൗണ്ടെയ്ൻസ്, ആ ഒരു ഹില്ലി ഏരിയാസൊക്കെ കാണാൻ പറ്റും. കറൻ്റ്ലി ടെമ്പറേച്ചർ ഇച്ചിരി ചൂടാണ്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ. അപ്പം ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് 20 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ പോകുന്ന വഴി ഇതാണ്. നമ്മുടെ കാളിമലയിലോട്ട് കയറുന്ന എൻട്രൻസ്. നമുക്ക് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് 20 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ മേളിലോട്ടൊരു വഴിയുണ്ട്. അപ്പം നമ്മൾ ഈ റൂട്ടിലാണ്. ഇതൊരു തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. ഇവിടെ താഴെ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ചെറിയ ഒരു കടയും കൂടെ ഉണ്ട്. അപ്പം വെള്ളമൊക്കെ കുടിക്കുന്നവർക്ക് അവിടെ നിന്ന് മേടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈക്കിലൊക്കെ കയറാം. ചെറിയൊരു ഓഫ് റോഡ് സെറ്റപ്പാണ് ഇവിടുത്തെ റോഡും കാര്യങ്ങളെന്ന് വെച്ചാൽ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ മലകളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്ന് പോയാലേ നമുക്ക് ടോപ്പിലെത്താൻ പറ്റുള്ളൂ. ക്ലൈമറ്റ് ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്, മഞ്ഞിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. പക്ഷേ ചൂടും കാര്യങ്ങളോ വെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അപ്പം മഴ സീസണിലൊക്കെ മഞ്ഞ് വരും. അപ്പം അത് നോക്കിയിട്ടൊക്കെ വരിക. നമ്മുടെ ഈ സൈഡൊക്കെ കാണുന്നത് നമ്മുടെ നെയ്യാറ്, അമ്പൂരി അങ്ങോട്ടുള്ള മലനിരകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് പോലെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ആ സൈഡിൽ നമ്മുടെ നെയ്യാറിൻ്റെ ആറ് വരുന്നതും അവിടെ നിന്ന് മലകളൊക്കെ വരുന്നതും ബാക്കി ഇവിടെ അമ്പൂരി ആ സൈഡെല്ലാം കാണാൻ പറ്റും.
ഒരു സൈഡിൽ വരുമ്പോൾ ഒരു കിടിലം വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. കാണിച്ചിടാം. ഇതോ ആ ഏരിയ ഫുൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു മല, അവിടെ ഒരു ഈ കാണുന്നിടത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. ഇതിപ്പോൾ മഴക്കോളം ഉള്ളതുകൊണ്ടാണ് മേൽഭാഗം ഫുള്ള് ഇങ്ങനെ ക്ലൗഡി ആയിട്ട് കിടക്കുന്നത്. അതുവരെയുള്ളൂ. അത് കഴിഞ്ഞാൽ വൈറ്റ് സ്കൈ ആണ്. ഒരു പരിധി വരെ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റും. ചെറിയ മഞ്ഞിറങ്ങുന്നതോ ആ സൈഡ്, ഇത്രയും സൈഡ് ചെറിയ മഞ്ഞിറങ്ങുന്നതും കാണാം. ഇപ്പം ഏകദേശം പകുതിയായി. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം തളർന്നിട്ടുണ്ട്. ഒരു 2-2.5 കിലോമീറ്റർ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 പേരും കൂടെ ഉണ്ട്. അവരൊക്കെ ഫ്രണ്ടിൽ പോയി. അങ്ങനെ കുറേ നേരത്തെ നടത്തിന് ശേഷം ഏകദേശം മണ്ടയിലെത്തി. അവിടെ എത്തിയ ഫുൾ ടോപ്പ് മഴ പെയ്യാൻ തുടങ്ങി. മഴ കൊണ്ട് നല്ല കാറ്റുമുണ്ട്. കോട എല്ലാവർക്കും ഇപ്പോൾ കറൻ്റ് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു, അയ്യോ ഒന്നും പറയാൻ പറ്റില്ല, അയ്യോ ഈ പൈൻ ഫോറസ്റ്റിൽ ഈ വഴിയുടെ സൈഡിലുള്ള, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞ് കയറി ഒരു രക്ഷയില്ല. മഞ്ഞും മഴയും ഈ വൈബ് ശരിക്കും ഇങ്ങനെ വന്നിട്ട് ആസ്വദിക്കണം. ഒരു രക്ഷയില്ല. റെയിൻകോട്ട് അത് വട്ട് കാണിച്ചാണ്. റെയിൻകോട്ട് കൊണ്ടുവന്നിട്ട് താഴെ ചൂടൊന്ന്, നല്ല വെയിലായിരുന്നു താഴെ. അങ്ങനെ കയറിയും റെയിൻകോട്ടൊന്നും എടുക്കാതെ നേരെ കയറി വന്നതാണ് ഇവിടെ. പക്ഷെ വിഷയം അപ്പോൾ നമ്മൾ ഫുൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡ് തമിഴ്നാട്, ഈ സൈഡ് കേരള. അപ്പോൾ ഞങ്ങൾ രണ്ടിൻ്റെ നടുക്കാണ് കറക്റ്റ് നിൽക്കുന്നത്. നല്ല താഴോട്ട് നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. അപ്പം ഇവിടെ നിന്ന് തൊട്ട് നമ്മുടെ ഇപ്പുറത്തൂടെ ഒരു പാസേജ് ഉണ്ട്. അപ്പോൾ ഇതിലെ കൂടെ നേരെ നടന്നാൽ നേരെ കാണും കുരിശുമല, അത് കഴിഞ്ഞ് കൂനിച്ചിമല. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകണം. അപ്പോൾ ഈ കാണുന്നത് കുരിശുമല, അതിൻ്റെ അപ്പുറത്ത് കൂനിച്ചിമല. ഈ സൈഡിൽ തന്നെ വഴിയുണ്ട്.
ഇതാണ് കുരിശുമല, തെക്കൻ കുരിശുമല. ഇത് കാണാനാണ് തീർത്ഥാടനത്തിന് ആൾക്കാർ പറഞ്ഞത്. താഴോട്ട് വ്യൂ പോയിന്റുകളുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല, മഞ്ഞ്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. പിന്നെ നേരെ ഇപ്പോൾ വൈകുന്നേരം സമയം ഒരു 5:44 അപ്പം തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതിനു മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ട, ട്രാവൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പുതിയ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, രസകരമായ ട്രാവൽ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനിയും കാണാം.